ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വൈകുന്നേരമായി കഴിഞ്ഞാൽ ചായയോടൊപ്പം കുറച്ച് കപ്പലണ്ടി കഴിക്കുക. ഇല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ഇന്ന് ടി വി കാണാനോ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് കപ്പലണ്ടി കുറിക്കുന്ന ഒരു സ്വഭാവം. ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കപ്പലണ്ടി കഴിച്ചിട്ട് കിടക്കുന്ന സ്വഭാവം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽപ്പെടുന്നവരായിരിക്കും നമ്മളിൽ അധികം പേരും. ഏകദേശം 90% ആളുകളും ഈ ഒരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെ ഈ രീതിയിൽ കപ്പലണ്ടി കഴിക്കുന്നവരിൽ 90% ആളുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ, കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ കൂടുമോ, അമിതവണ്ണം ഉണ്ടാകുമോ, ഹൃദയാഘാതം അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കപ്പലണ്ടി കഴിക്കുന്നവരിൽ ക്രമാതീതമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ടോ, നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുമോ മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ കാണും. കപ്പലണ്ടി കഴിക്കാൻ വീട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരും കൂടെ പറയും കൊളസ്ട്രോൾ വരെ, ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ള നിലയിൽ പേടിച്ചിട്ട് കഴിയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഈ കപ്പലണ്ടിയെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കണം. കാരണം ഒരുപാട് പേർക്കുള്ള കോമൺ ആയിട്ടുള്ളൊരു സംശയം ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ എത്തിയത്. സാധാരണ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 1 കിലോ അണ്ടിപ്പരിപ്പ് വാങ്ങണം എന്ന് പറഞ്ഞാൽ ഏകദേശം 900 രൂപ വരും. ഇനി നമ്മളൊരിത്തിരി ബദാം വാങ്ങണമെന്ന് വിചാരിച്ചാൽ 1000 തൊട്ട് 1200, 1400 ഇതിൻ്റെ വില. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ അഫോർഡബിളായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന, നമുക്ക് എപ്പോഴും കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒന്ന് തന്നെയാണ് കപ്പലണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിലക്കടല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ, അതായത് സാധാരണക്കാരന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കെല്ലാം കഴിക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് അറിയാനുള്ളത്, പൊതുവെ എല്ലാവരും നമ്മൾ പറയും പീനട്ട് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഗ്രൗണ്ട് നട്ട് എന്ന് പറയും. അപ്പോൾ ഈ നട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു പരിപ്പ് വർഗ്ഗത്തിൽ പെട്ട, അല്ലെങ്കിൽ ഒരു നട്ട്സ് വിഭാഗത്തിൽ പെട്ടതോ, അല്ലെങ്കിൽ ബദാമിനെയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിനെയോ പോലെയുള്ള ഒരു നട്ടാണ് എന്ന് നമുക്കൊരു ചിന്താഗതി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ കപ്പലണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് നട്ട്, അതായത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പിടിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളുടെ ഗണത്തിൽ, ഇപ്പോൾ സോയാബീന്, കടല, അതുപോലെയുള്ള പരിപ്പ് വർഗ്ഗങ്ങളിലൊക്കെ പെടുത്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ കണ്ടന്റ് വളരെയധികം ഉള്ള ഒരു ആഹാര വസ്തുവായിട്ടാണ് നമുക്ക് ഈ പറയുന്ന കപ്പലണ്ടി എടുക്കാനായിട്ട് പറ്റുന്നത്. ഒരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണയൊന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന കപ്പലണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലണ്ടി കഴിക്കാൻ പാടില്ലാത്തവർ കപ്പലണ്ടി എത്ര അളവിൽ കഴിക്കണം, അതുപോലെ തന്നെ ഏത് സമയത്താണ് നമ്മളിത് കഴിക്കാനുള്ളത്, ഏതൊക്കെ രോഗമുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പലണ്ടിയെ പറ്റി ജനറലായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ബദാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റും അത് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പക്ഷേ ബദാമിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഈ പറയുന്ന കപ്പലണ്ടിക്കകത്തും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പലണ്ടിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ പ്രോട്ടീൻ കണ്ടന്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് വരുന്ന ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്കിതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റിലേക്ക് വന്നാൽ, നമ്മൾ 1 ഔൺസ് കപ്പലണ്ടി എടുത്തു കഴിഞ്ഞാൽ 161 കലോറി ഊർജ്ജവും 24.9 ഗ്രാം ഫൈബറും 14 ഗ്രാം ഫാറ്റും 4.6 ഗ്രാം കാർബോഹൈഡ്രേറ്റും 7.3 ഗ്രാം പ്രോട്ടീനും നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഏകദേശം 1 ഔൺസ് എടുത്ത് കഴിക്കുമ്പോഴുള്ള അളവാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇതിൻ്റെ അകത്ത് എല്ലാവരുടെയും ജനറൽ ആയിട്ടുള്ള സംശയം ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ഈ നട്ട്സ് വിഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫാറ്റ് കണ്ടന്റ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ കപ്പലണ്ടിയിലേക്ക് വരുമ്പോൾ ഇത് മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ, അതായത് HDL കൊളസ്ട്രോളിനെ ഉയർന്നു നിർത്തുന്നതിനും LDL കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകാതിരിക്കാനും ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് കൂടുതലായിട്ട് അടിയാതിരിക്കാനും സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ഹെൽത്തി കൊളസ്ട്രോളിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കപ്പലണ്ടി. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കപ്പലണ്ടി കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കപ്പലണ്ടി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. വൈറ്റമിൻ B1, B2, B3, B5, B6, B9 മുതലായിട്ടുള്ള ബി കോംപ്ലക്സിലുള്ള അത്യാവശ്യം വൈറ്റമിൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇനി മിനറൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിങ്ക്, സെലീനിയം, അയൺ,
കോപ്പർ, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എസെൻഷ്യൽ നീഡിലേക്ക് വേണ്ട ഒട്ടനവധി മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സപ്ലൈ ചെയ്യാനും ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലായിട്ട്, അതായത് ഓക്സിഡേറ്റീവ് ഡാമേജ് കുറച്ച് നിർത്തുന്നതിന് കപ്പലണ്ടി നമ്മുടെ ശരീരത്തെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട്, അതായത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും പ്രമേഹ രോഗം ഉണ്ടാകുമെന്നാണ്. സത്യത്തിൽ കപ്പലണ്ടിയുടെ അകത്ത് ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട്, ഗ്ലൈസീമിക് ഇൻഡെക്സ് വലുതായിട്ട് കൂട്ടാത്തത് കൊണ്ടും, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യത സത്യത്തിൽ കപ്പലണ്ടി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി വെയിറ്റ് റിഡക്ഷൻ, അതായത് നമ്മൾ അമിതവണ്ണം ഉണ്ടാകുമെന്ന് പേടിച്ചാണ് കപ്പലണ്ടി കഴിക്കാത്തതെങ്കിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് നമ്മൾ കപ്പലണ്ടി കഴിക്കുന്നത് നമുക്ക് വെയിറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇനി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇതിൻ്റെ അകത്തുള്ള ഫാറ്റ് കണ്ടന്റ് വളരെ അത്യാവശ്യമാണ്. അതായത് HDL കൂടുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതിനും കപ്പലണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, അതായത് നമ്മൾ അത്യാവശ്യം എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പറയുന്ന കപ്പലണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഊർജ്ജക്കുറവ്, ഉന്മേഷക്കുറവ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നു, ഉന്മേഷമില്ലായ്മ, തളർച്ച മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന കപ്പലണ്ടി എപ്പോഴും ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാൽസ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും, അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജനറലി അനീമിയ പോലുള്ള അല്ലെങ്കിൽ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സിങ്ക് കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, സെലീനിയം ഉണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധി വികാസത്തിനും നമ്മുടെ ഓർമ്മശക്തി മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നിർത്തുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മലശോധനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ ഈ പറയുന്ന കുടലിൻ്റെ ആരോഗ്യവും വയറിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ഗുണങ്ങളുള്ള കപ്പലണ്ടിയെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയ, അപ്പോൾ ഇനി എങ്ങനെയാണ് കപ്പലണ്ടി കഴിക്കേണ്ടതെന്നും ആരൊക്കെയാണ് കപ്പലണ്ടി കഴിക്കാൻ പാടില്ലാത്തത്, ആരൊക്കെയാണ് കപ്പലണ്ടി കഴിക്കേണ്ടത്, ഈ കാര്യങ്ങളിലേക്ക് വരാം. സാധാരണ ഈ കപ്പലണ്ടി കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലണ്ടിക്ക് പുറമേ ഒരു തൊലിയുണ്ട്. അപ്പോൾ ഈ തൊലി നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് കപ്പലണ്ടി മാത്രമായിട്ട് കഴിക്കും. പക്ഷേ തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പറയുന്ന കപ്പലണ്ടിയുടെ തൊലിയുടെ അടിഭാഗത്തായിട്ടാണ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസും ചില രീതിയിലുള്ള വൈറ്റമിൻസും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കപ്പലണ്ടി കഴിക്കുമ്പോൾ അതിൻ്റെ തൊലിയോട് കൂടി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കപ്പലണ്ടി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഒരു നേരത്തെ ആഹാരം എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ നട്ട്സും അതുപോലെ തന്നെ സീഡ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും വിത്തിനങ്ങളും കൂടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് ഏകദേശം 100 ഗ്രാം കപ്പലണ്ടി വരെ കഴിക്കുക. അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പിടി എടുക്കുന്നത് പോലെ ഒന്നുകിൽ ഒരു 11 മണിക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്നതോ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം നമ്മളിത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് കപ്പലണ്ടി കഴിക്കേണ്ടത് എന്നൊരു സംശയം കാണും. കപ്പലണ്ടി നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വാങ്ങുന്ന ഫ്ലേവേഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് നട്ട് ആയിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മസാലകൾ ചേർത്തതോ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ പുറമേ ഒരു കവറിങ് പോലെ മസാല പൊതിഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിലുള്ള കപ്പലണ്ടിയോ അല്ലെങ്കിൽ ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുള്ള സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുള്ള കപ്പലണ്ടിയോ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അസിഡിറ്റി ഉണ്ടാക്കാനും പുളിച്ചു തേട്ടൽ ഉണ്ടാക്കാനും ഇതിൻ്റെ അകത്തുള്ള എണ്ണ പലപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ അല്ലാത്തത് കൊണ്ട് കൊളസ്ട്രോൾ കൂടാനും ഉപ്പ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ക്രമാതീതമായിട്ട് ഉയരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ കപ്പലണ്ടി കഴിക്കണമെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലണ്ടി കഴിക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കപ്പലണ്ടി വാങ്ങിയിട്ട് വേണം നമ്മൾ കഴിക്കാനുള്ളത്. അതായത് ഇതിൻ്റെ അകത്ത് മസാലകളോ ഉപ്പോ ചേരാത്ത രീതിയിൽ. ഇനി കപ്പലണ്ടി വാങ്ങിക്കഴിഞ്ഞാലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്കിത് വേവിച്ചിട്ട്, അതായത് പുഴുങ്ങിയെടുത്തിട്ടോ വേവിച്ചതിന് ശേഷമോ കപ്പലണ്ടി നമ്മളിപ്പോൾ കടലയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സവാളയോ അല്ലെങ്കിൽ തക്കാളിയോ പുതിനയിലയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ മല്ലിയിലയൊക്കെ ചേർത്തിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കടല കുക്ക് ചെയ്ത് കഴിക്കുന്നത് പോലെ കപ്പലണ്ടി നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ കപ്പലണ്ടി ചതച്ച് അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഈ തേങ്ങ അരയ്ക്കുന്നത് പോലെ അരച്ചിട്ട് അതിൻ്റെ
പാല് നമ്മൾ ഊറ്റിയെടുത്തിട്ട് അത് നമുക്ക് ആഹാര സാധനങ്ങളോട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്തോ പുട്ടുണ്ടാക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഈ കപ്പലണ്ടി കൂടി ഇതിനകത്തോട് ചേർത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി ഡയറക്റ്റ് കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കപ്പലണ്ടി പൊടിച്ചിട്ട് മാത്രം കൊടുക്കുക, തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊടിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് കൊടുക്കുക. കുറുക്കുകളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പലണ്ടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്ന കുട്ടിയുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കും. ഇനി കപ്പലണ്ടി കഴിക്കാൻ പാടില്ലാത്ത ചില സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന്, ഈ പറയുന്ന രീതിയിൽ കപ്പലണ്ടി ചിലർക്ക് അലർജിക്കായിട്ട് വരും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചൊറിച്ചിലുണ്ടാകാനും അർട്ടിക്കേരിയ പോലുള്ള തടിച്ച് പൊങ്ങലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വരുന്ന ആളുകളിൽ വളരെ ഈസി ആയിട്ട് ഒരിക്കൽ കപ്പലണ്ടി കഴിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതായത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ളവർ കപ്പലണ്ടി കഴിക്കുന്നത് വളരെ കുറയ്ക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോള് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു, ട്രൈഗ്ലിസറൈഡ് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കപ്പലണ്ടിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ കുറച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നീട് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മുഖത്ത് എപ്പോഴും മുഖക്കുരു വന്നുകൊണ്ടിരിക്കുക. അത് ഈ കപ്പലണ്ടി പോലുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില റിയാക്ഷൻസ് പോലെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മുഖക്കുരു പോലെ നമ്മുടെ മുതുകിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് പലപ്പോഴും നമുക്ക് അഡോളസൻ പീരീഡിൽ ഒരുപാട് കുരുക്കൾ പോലെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ കപ്പലണ്ടി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കപ്പലണ്ടി കഴിക്കരുത്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മലാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ പൈൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷർ പോലെ അവിടെ മുറിവ് പോലെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കപ്പലണ്ടിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. സാധാരണക്കാരന് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കപ്പലണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കപ്പലണ്ടി വളരെ വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പറഞ്ഞ ഒരളവിലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളതോ അല്ലാതെയോ വാങ്ങി കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഇത് ദോഷകരമായിട്ട് മാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.